സർ, ലോകത്തെമ്പാടും യുദ്ധത്തിന്റെ തീയ്, ഫ്ലഡിന്റെ വെള്ളം എല്ലാമാണ്. അങ്ങനെ കൊടുങ്കാറ്റ്, ഒരു വിനാശത്തിന്റെ ഒരു കൊടുങ്കാറ്റ് ഇന്ത്യക്ക് ചുറ്റിനും ശ്രീലങ്ക വഴി, പാകിസ്ഥാൻ വഴി ബംഗ്ലാദേശ് വരെ എത്തിയിട്ടുണ്ട്. നമ്മുടെ 8,000 പിള്ളേരുണ്ട് അവിടെ. അതേമാതിരി 1,30,30,30,000 ഹിന്ദുക്കളും അവിടെ പെട്ടുപോയിട്ടുണ്ട്. പിന്നെ ബിസിനസ്സിന് വേണ്ടിയിട്ട് പോയ ബാക്കി ഇന്ത്യൻ സിറ്റിസൻസും ഉണ്ടാവും. അപ്പോൾ ആകെ ഒരു ടെൻഷൻ. ഇന്നലെ നടന്ന അട്ടിമറി അത് ആദ്യത്തേതൊന്നുമല്ല. ഈ ബംഗ്ലാദേശിൻ്റെ പ്രത്യേകത 36 വർഷത്തിനിടയ്ക്ക് 29 അട്ടിമറി നടന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശ് ഉണ്ടായത് തന്നെ ഒരു അട്ടിമറിയിലൂടെയാണ്. ആ അട്ടിമറിയിൽ നമ്മളും പങ്കാളികളായിരുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിനെ അട്ടിമറി എന്ന് വിളിക്കുന്നില്ല. കാരണം നമ്മളും കൂടെ ചേർന്നാണ് ചെയ്തത്. അട്ടിമറിയിലൂടെയാണ് മുജീബുർ റഹ്മാൻ അധികാരത്തിൽ വരുന്നത്. അപ്പോൾ അന്നു മുതൽ ഇങ്ങോട്ടുള്ള 36 വർഷം നോക്കിക്കഴിഞ്ഞാൽ 29 അട്ടിമറികൾ, അധികാര അട്ടിമറികൾ ബംഗ്ലാദേശിൽ നടന്നിട്ടുണ്ട്. വെടിവെച്ച് കൊന്നിട്ടുണ്ട്, ഇതുപോലെ മാറ്റിയിട്ടുണ്ട്, തെരഞ്ഞെടുത്ത ആളിനെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇവർക്ക് ഷെയ്ഖ് ഹസീനയ്ക്ക് സംഭവിച്ചത് നോക്കും. അവർ 24 ജാനുവരിയിലാണ് അവർ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്നത്. അതിൽ പ്രതിപക്ഷം സഹകരിച്ചില്ല. പക്ഷെ അവർ തെരഞ്ഞെടുപ്പ് നടത്തി അതിലൂടെയാണ് അധികാരത്തിൽ വന്നത്. ഇപ്പോൾ ഡെമോക്രസി എന്ന് പറയുന്നത് എന്താണെന്നുള്ളൊരു ചോദ്യമുണ്ട്. ഡെമോക്രസി എന്ന് പറയുന്നത് ഇപ്പോൾ ഇസ്ലാമിക് റാഡിക്കൽസ് തീരുമാനിക്കുന്ന ഒരു സാധനമാണ് ഡെമോക്രസി. അവരൊഴിച്ച് വേറെ ആരധികാരത്തിൽ വന്നു കഴിഞ്ഞാലും അത് ഡെമോക്രസി അല്ല. ഇന്ത്യയിൽ നോക്കൂ, ഇതേ ടെക്നിക്ക് പ്രയോഗിച്ചതല്ലേ. ഇലക്ഷൻ കമ്മീഷൻ കള്ളത്തരം കാണിക്കുന്നു, EVM-ൽ കള്ളത്തരം കാണിക്കുന്നു. എന്തൊരു ക്യാമ്പയിൻ, എന്തൊരു ബഹളമായിരുന്നു. ഓപ്പോസിഷൻ ലീഡേഴ്സിനെ ജയിലിലിട്ടു, ഇത് മറിച്ച് ചെയ്തെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ തെരഞ്ഞെടുപ്പിൻ്റെ ക്രെഡിബിലിറ്റി കളയാനുള്ള എല്ലാ ജോലികളും ചെയ്തു. ഇപ്പം നരേന്ദ്രമോദിക്ക് സീറ്റ് കുറഞ്ഞത് കൊണ്ട് ഈ പോയിന്റ്സ് ഇപ്പം മിണ്ടാതിരിക്കുകയാണ്. അല്ലെങ്കിൽ എവിടെ പോയി, നേരം വെളുത്താൽ സുപ്രീം കോടതിയിലായിരുന്നല്ലോ ഈ കക്ഷികളൊക്കെ. EVM കേടാണ്, EVM പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താ പോകാത്തത്? 2019 കൊടുത്ത ഹർജിയാണ് മഹുവ മൈത്ര ഈ EVM-നെതിരെ. 2024 അത് ലൈവാക്കി. അന്ന് സുപ്രീം കോടതി ചോദിച്ചു, എന്താ നിങ്ങൾ ഈ 5 കൊല്ലം മിണ്ടാതിരുന്നത്, ഇപ്പോൾ വരുന്നത്? തെരഞ്ഞെടുപ്പ് വന്നു, അവരുടെ ഹർജി. ഇനിയിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിന് വീണ്ടും ഹർജിയായിട്ട് പോകും. ഈ പരിപാടി ബംഗ്ലാദേശിലും ചെയ്തു. ഇരിക്കുന്ന ഗവൺമെൻറ് ലെജിറ്റിമൈസ് ഗവൺമെൻറ് അല്ല എന്ന് പറഞ്ഞിട്ട് ഒരു 2 ലക്ഷം പേര് തെരുവിലിറങ്ങുക, തെരുവിൽ വലിയ ബഹളം, കലാപം ഉണ്ടാക്കുക, അട്ടിമറിയായി അധികാരം പോവുക. സർ, പക്ഷെ കാരണം അവർ പറഞ്ഞത് ഈ ഗവൺമെന്റ് റിസർവേഷൻ കൂട്ടിയത് കൊണ്ടാണ്, ഫ്രീഡം ഫൈറ്റേഴ്സിന് വേണ്ടിയിട്ട് എന്നാണല്ലോ അവര് പറഞ്ഞത്. കാരണം പറഞ്ഞത് തെരുവിലിറങ്ങാൻ കാരണം അവർ പറഞ്ഞത് ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ റിസർവേഷൻ ഉണ്ടായിരുന്നു. ഫ്രീഡം ഫൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ മുക്തി ബാഹിനി എന്ന അന്ന് 1971 നടന്ന നരഹത്യ. 1971 മുമ്പ് 2 സമയത്തായിട്ട് ഏകദേശം 20 ലക്ഷം ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു. ആ വാർത്ത പുറത്ത് വരണ്ട എന്ന് ഇന്ദിരാഗാന്ധി തീരുമാനിച്ച് ആ വാർത്ത പുറത്തു വിട്ടില്ല. പിന്നീട് എത്രയോ വർഷം കഴിഞ്ഞാണ് അറിയുന്നത് അത്ര വലിയൊരു ഹിന്ദു ദ്രോഹം അവിടെ നടന്നിരുന്നു. ഹിന്ദുക്കൾ മരിച്ചാൽ ഹിന്ദുക്കൾക്ക് പോലും അറിയണമെന്നില്ല, കാരണം അവരുടെ കംഫർട്ട് കളയണ്ട. എന്തുമായിക്കോട്ടെ, ഇന്ത്യയിൽ ലഹളയുണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് അത് പുറത്തു പറയായിരുന്നത്. ഏതായാലും 71 ഇന്ത്യയും കൂടെ ചേർന്ന് ഈ മുക്തിവാഹിനി ഫൈറ്റ് ചെയ്ത് ഇവർ വന്നു. ഈ ഫൈറ്റ് ചെയ്തവരുടെ അനന്തരാവകാശികൾക്ക് റിസർവേഷൻ കൊടുക്കുക, ഇതാണ് ഏർപ്പാട്. അത് 2018 നിർത്തിവെച്ചിരുന്നു. അപ്പോൾ നിർത്തിവെച്ച് കഴിഞ്ഞപ്പോൾ റിസർവേഷൻ കിട്ടിക്കൊണ്ടിരുന്നവർ കോടതിയിൽ പോയി, ഹൈക്കോടതിയിൽ. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞു റിസർവേഷൻ റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നു. അപ്പോഴാണ് ഇവർ തെരുവിലിറങ്ങിയത്. അങ്ങനെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞ ഹസീന പറഞ്ഞു, നോക്കൂ, ഞാൻ സുപ്രീം കോടതിയിൽ പോകുന്നുണ്ട്, ഗവൺമെൻറ് തന്നെ ഈ ഓർഡർ ചലഞ്ച് ചെയ്ത് സുപ്രീം കോടതിയിൽ പോകുന്നുണ്ട്, യു വെയിറ്റ് ഫോർ ദാറ്റ്. തൽക്കാലം ഒരു ട്രൂസൊക്കെ ഉണ്ടാക്കിയതാണ്. സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതി എന്ത് ചെയ്തു? 30% റിസർവേഷൻ കൊടുക്കാൻ പറ്റില്ല, 3% കൊടുക്കാം, ബാക്കി 27 ജനറൽ കാറ്റഗറിയിൽ തന്നെ പോകും.
അവിടെ വെച്ച് ഇത് അവസാനിക്കേണ്ടതാണ്. അതെ. ഈ 3% കൂടെ ഞാൻ എടുത്ത് കളഞ്ഞോളാം പ്രോഗ്രസീവ്ലി എന്നും ഷെയ്ഖ് ഹസീന പറഞ്ഞതാണ്. അത് സമരം ഏകദേശം അവസാനിച്ചു എന്നുള്ള ഘട്ടത്തിലാണ് ഷെയ്ഖ് ഹസീന മാറണം എന്ന് പറഞ്ഞിട്ട് അടുത്ത സമരം തുടങ്ങുന്നത്. അവിടെ നിന്നാണ് ഈ സമരത്തെ ജമായത്തെ ഇസ്ലാമി ടേക്ക് ഓവർ ചെയ്യുന്നത്. സ്റ്റുഡൻറ്റ് സമരം എന്നുള്ളത് പോയി ജമായത്തെ ഇസ്ലാമിയുടെ സമരം. അതിൽ കുറേയധികം സ്റ്റുഡൻസും പങ്കെടുത്തു, വലിയ ലഹളയുണ്ടാക്കി. ഹസീന ഒട്ടും വിട്ടുവീഴ്ച ചെയ്തില്ല. ഒന്നാം തരം വെടിവെപ്പ് സംഗതിയൊക്കെ, നൂറുകണക്കിന് ആൾക്കാർ മരിക്കുകയും സംഗതിയൊക്കെ ചെയ്ത് അവസാനം ആൾക്കൂട്ടം തന്നെ ജയിച്ചു. ഇതാണ് ബംഗ്ലാദേശിൽ സംഭവിച്ച അവസാനത്തെ അട്ടിമറി. പക്ഷെ അത് പുറത്തേക്ക് കാണുന്നത് മാത്രമല്ലേ സർ. കഴിഞ്ഞ മാസം തന്നെ US അംബാസിഡർ അവിടുന്ന് സ്ഥലം വിട്ടു അത്രേ. ഇലക്ഷന്റെ സമയത്ത് ഷെയ്ഖ് ഹസീന പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ബംഗ്ലാദേശിനെ സ്പ്ലിറ്റ് ചെയ്യാനോ അവിടെ ഒരു വേറൊരു കൺട്രി കൺട്രോൾഡ് ബൈ US ഉണ്ടാക്കാൻ ഒരു പദ്ധതി ഉണ്ട് എന്ന്. അപ്പൊ ഈ പിള്ളേര് ചെന്നപ്പെട്ടതും ജമാഅത്തെ ഇസ്ലാമി ചെന്നപ്പെട്ടതുമാണോ, അതോ ഇതൊക്കെ എല്ലാവരും തമ്മിൽ ക്ലിയർ അണ്ടർസ്റ്റാൻഡിംഗ് ആണോ? അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഈ റെജീം ചേഞ്ചിന് മുമ്പ് US വിദേശകാര്യ വകുപ്പ് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് സംസാരിച്ച വിവരങ്ങൾ വാർത്തയായിട്ട് പുറത്തു വന്നു. റെജീം ചേഞ്ചിന് മുമ്പ് തന്നെ ദേ ഹാവ് ആൻ അണ്ടർസ്റ്റാൻഡിങ്. ഇതിൽ 2 പ്രോജക്റ്റാണ് അമേരിക്കയുടെ. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെയുള്ള വാക്ക് നമുക്ക് ഉപയോഗിക്കേണ്ട CIA പ്ലാൻ ചെയ്ത പ്രോജക്ട്സ് 2 ഒന്ന് ഒരു ക്രിസ്ത്യൻ സ്റ്റേറ്റ് ഉണ്ടാക്കുക, അതായത് ബംഗ്ലാദേശിൻ്റെ കിഴക്കൻ പ്രദേശങ്ങൾ വടക്കേ അറ്റം വരെ, അതും നമ്മളുടെ അങ്ങോട്ട് പോയിട്ട് മിസോറാം, മണിപ്പൂർ വരെ. ഈ മണിപ്പൂരിലെ കുക്കി ക്രിസ്ത്യൻസ് ഉണ്ടല്ലോ, ഇതൊക്കെ മണിപ്പൂർ കലാപത്തിന് ഇതുമായിട്ടൊരു ബന്ധമുണ്ട്. മണിപ്പൂരിൽ ഓൾറെഡി ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി വയ്ക്കുക, ബംഗ്ലാദേശിൽ സിറ്റുവേഷൻ ഉണ്ടാക്കുക, ദെൻ ബംഗ്ലാദേശ് ടു മണിപ്പൂർ ഇൻക്ലൂഡിങ് മിസോറാം, അതൊരു ക്രിസ്ത്യൻ സ്റ്റേറ്റ്. ചിക്കൻ നെക്ക് എന്നൊക്കെ അല്ലല്ല, ചിക്കൻ നെക്ക് വേറെ. ചിക്കൻ നെക്ക് നമ്മൾ പോകുന്നതാണ് സിലിഗുരി കോറിഡോർ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ മെയിൻലാൻഡ് ഇന്ത്യയുടെ അതും ആസാം അടങ്ങുന്ന വടക്കിഴക്കൻ മേഖലയുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ചിക്കൻ നെക്ക്. ചിക്കൻ നെക്കിന് തെക്കോട്ടാണ്, അല്ലെങ്കിൽ മാപ്പിൽ താഴത്തോട്ടാണ് ബംഗ്ലാദേശ്. ഈ റിമൈനിങ് ബംഗ്ലാദേശ് ഉണ്ടല്ലോ, ക്രിസ്ത്യൻ സ്റ്റേറ്റ് കഴിഞ്ഞിട്ട് റിമൈനിങ് മുസ്ലിം ഭൂരിപക്ഷ ബംഗ്ലാദേശ്, ദാറ്റ് ബംഗ്ലാദേശ് വിൽ ബി a Palestine or even a Gaza. Oh my God. So there has to be a Palestine somewhere around India. ഇതാണ് പ്ലാൻ. അത് പാകിസ്ഥാനാവാം, മാൽദീവ്സ് ആകാം, ശ്രീലങ്കയാകാം, മ്യാൻമർ ആകാം, ബംഗ്ലാദേശ് ആകാം. But it has to take place. There has to be a Palestine and India will be the Israel. ഇന്ത്യ ആയിരിക്കും ഇസ്രായേൽ, ബംഗ്ലാദേശ് പാലസ്തീൻ അല്ലെങ്കിൽ ഗസ. ബംഗ്ലാദേശ് പാലസ്തീനുള്ളിൽ ഗസയുമായിട്ട് നിൽക്കാനുള്ള ഏർപ്പാട് ഇപ്പോൾ അവരുടെ കയ്യിലുണ്ട്. ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിൽ നിൽക്കും. അതിനുള്ളിൽ ബംഗ്ലാദേശിനുള്ളിൽ 10 ലക്ഷം എന്ന് പറയുന്നുണ്ട്, 1 കോടി എന്ന് പറയുന്നുണ്ട്. 10 ലക്ഷം ഉറപ്പാണ്. നമ്മളുടെ റോഹിംഗ്യ, ഭൂലോകത്തെ ഏറ്റവും തെമ്മാടികൾ ഇസ്ലാമിക റാഡിക്കൽസ് റോഹിംഗ്യയാണ്. അപ്പോൾ ഈ റോഹിംഗ്യകൾ 10 ലക്ഷമുണ്ട് ബംഗ്ലാദേശിൽ. 10 ലക്ഷം പേര് മതിയല്ലോ ഒരു ഗസ ഉണ്ടാക്കാൻ, ധാരാളം മതി. ഇതാണ്. പക്ഷെ ഗസയുടെ ഒരു ഇന്നത്തെ അവസ്ഥ നോക്കിയിട്ട് അതൊന്നും അവർക്കത് നോട്ടമിച്ച് നമ്മളെല്ലാം വിചാരിക്കുന്നത് ഇവരെ എങ്ങനെ ജീവിക്കും, ഇന്നത്തെ അവസ്ഥ മഹാമോശമല്ലേ, ഈ ജീവിതവുമായിട്ട് അവർക്ക് ബന്ധമില്ലെന്ന്. മരണാനന്തര ജീവിതമാണ് അവരുടെ എയിം. ഹൂറികളാണ് അപ്പോൾ അല്ല, പലതും ഉണ്ടാവാം. ബട്ട് ഈ ജീവിതമല്ല, ഇത് കഴിഞ്ഞുള്ള ജീവിതം നമ്മളെ കാത്തിരിക്കുന്നു. അവിടെ മാർക്ക് കിട്ടാനായിട്ട് ഇവിടെ എന്തൊക്കെ ചെയ്യണോ അതെല്ലാം ചെയ്യുക. അതിലൊന്ന് കാഫിർ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ്. അതൊക്കെ അതുകൊണ്ട് ഇതൊന്നും കാണിച്ചവരെ ഭയപ്പെടുത്താൻ പറ്റില്ല. പട്ടിണി, തൊഴിലില്ലായ്മ, മണ്ണാങ്കട്ട, പട്ടിണിയെങ്കിൽ പട്ടിണി കിടന്ന് ഞാൻ ചാവും, ഞാൻ ഫിദായിൻ, എങ്ങനെയെങ്കിലും ഈ ജിഹാദിയായിട്ട് മരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള തിയറിയാണ് അവരുടെ. ആൻഡ് ദേ ആർ കൺവിൻസ്. യു ആർ ഫൂൾസ്, യു ആർ നോട്ട് കൺവിൻസ്. വാട്ട് ക്യാൻ ഐ ഡു?
നമ്മൾ പൊട്ടന്മാരാണ്, നമുക്കിത് മനസ്സിലാവുന്നില്ല. അവരവരുടെ കാര്യത്തിൽ കൺവിൻസ്ഡാണ്. അപ്പോൾ അങ്ങനെ ഒരു ഗസ അവിടെ ഉണ്ടാക്കുക. ഇത്തരം ഓപ്പറേഷൻസ് ഉണ്ടല്ലോ, ഇപ്പം തുടങ്ങിയതല്ല. 1973 ജീൻ ഷാർപ്പാണ് ഈ മെത്തേഡിൻ്റെ അയാളൊരു പുസ്തകം എഴുതി. അതിൽ ഒരു കൺസൈസ് ആയിട്ട് നെറ്റിലുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്ന 5-6 കടലാസ്. 198 മെത്തേഡ്സ് ഓഫ് നോൺ വയലന്റ് ആക്ഷൻ. മഹാത്മാഗാന്ധിയുടെ രീതിയിൽ ഭരണകൂടത്തെ മാറ്റിമറിക്കുന്നത് എങ്ങനെ, ഇതാണ്. ഇതെടുത്തിരിക്കുന്നത് ഫ്രം ജീൻ ഷാർപ്പ്, ദ മെത്തേഡ്സ് ഓഫ് നോൺ വയലന്റ് ആക്ഷൻ, ബോസ്റ്റൺ ആണ്. അയാളിപ്പോൾ മരിച്ചുപോയി, ഹീസ് നോ മോർ. സർ ഒരു മിനിറ്റ് സർ, മുഴുവൻ വായിക്കില്ലേ, ഒരു 2-3 വായിക്കാവൂ. അത്രേ ഉള്ളൂ. നോൺ വയലന്റ് ആണ് അത്, നോൺ വയലന്റ് മെത്തേഡ്സ് ആണ്. നോൺ വയലന്റ് മെത്തേഡ്സ് ഓഫ് റെജീം ചെയ്ത് എങ്ങനെ ഒരു ഭരണകൂടത്തെ അട്ടിമറിക്കാം. വളരെ സിമ്പിൾ. പബ്ലിക് സ്പീച്ചസ്, സ്ലോഗൻസ്, കാരിക്കേച്ചേഴ്സ് ആൻഡ് സിംബൽസ്. രാഹുൽ ഗാന്ധിയൊക്കെ കാണിക്കുന്നില്ലേ ഭരണഘടന എന്ന് പറയുന്നത്? ചുവന്ന പുസ്തകം. നമുക്കറിയില്ല അത് ഭരണഘടനയാണോ അതോ ഖുറാനാണോ, വിടൊന്നും. ബട്ട് കാരിക്കേച്ചേഴ്സ്, സിംബൽസ് ഇങ്ങനെ കാണിക്കുക. ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് ജേർണൽസ്. അന്ന് ടെലിവിഷൻ ഇല്ല. 1973 ഇങ്ങനെ ടെലിവിഷൻ ഇത്ര പോപ്പുലർ അല്ല. അമേരിക്കയിലൊക്കെ ഉണ്ടാവാം. റെക്കോർഡ്സ്, റേഡിയോ ആൻഡ് ടെലിവിഷൻ. ഉണ്ട്, ടെലിവിഷനും ചേർത്തിട്ടുണ്ട്. സോ ദ ഹോൾ മീഡിയ ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യുക. വേറൊന്ന് പ്രെയർ ആൻഡ് വർഷിപ്പ്. അതിന്റെ ഹെഡിങ് എന്താണെന്നറിയാമോ? സിംബോളിക് പബ്ലിക് ആക്ട്സ്. അതിലാണ് പ്രെയർ ആൻഡ് വർഷിപ്പ്. ഇയാൾ ഏത് റിലിജൻ ആണ്? ജീൻ ഷാർപ്പ് ക്രിസ്ത്യാനി ആയിരിക്കണം. അപ്പോ ഈ ജിഹാദ് എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് എന്താ സെക്യുലർ ഓപ്പറേഷൻ. വൺസ് യു ടേക്ക് മണി, നിങ്ങൾ കാശ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ജിഹാദിയുടെ ടാർഗറ്റാണ് നിങ്ങളുടെ ടാർഗറ്റ്. ജോർജ് സോറോസ് എന്താ ജിഹാദിയാണ്? അയാൾ ജൂതനല്ലേ? അയാൾ ഈ കളിക്ക് തെമാടിത്തരത്തിന് മുഴുവൻ കൂട്ടു നിൽക്കുന്നവരാ അയാളല്ലേ? അയാൾ ജൂതനായിട്ടും പിന്നെ ആക്ട് ഓഫ് പ്രയർ ആസ് പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡിൽ നമാസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒബ്ജക്റ്റ് മുസ്ലിംസിനെ പറ്റി പറയുമ്പോൾ അതൊരു ടെക്നിക്കായിട്ട് പഠിപ്പിക്കുന്നത് ഈ ഷാർപ്പാണ്. അതെ. ഏത് വർഷം സർ? ഇത് 1973. ഇപ്പൊ ഈ സാധനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആൽബർട്ട് ഐൻസ്റ്റൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇമാജിൻ, മഹാത്മാഗാന്ധി ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ തോളത്തിട്ട് നടക്കുകയാണ്. ആറ്റം ബോംബ് ഉണ്ടാക്കിയ ആളും സമാധാനത്തിൻ്റെ ആളും. ആൽബർട്ട് ഐൻസ്റ്റൈൻ മഹാത്മാഗാന്ധിയെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ബട്ട് രണ്ടുപേരുടെയും ഫീൽഡ് വേറെ ആയിരുന്നു. ദ ജെനിസിസ് ഓഫ് ന്യൂക്ലിയർ ബോംബ് ആൽബർട്ട് ഐൻസ്റ്റൈൻ ആണ്. ജെനിസിസ് ഓഫ് വേൾഡ് പീസ് മഹാത്മാഗാന്ധിയാണ്. അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ പേരിൽ മഹാത്മാഗാന്ധിയെ വിൽക്കുക, അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെ പേരിൽ ആൽബർട്ട് ഐൻസ്റ്റൈനെ വിൽക്കുക, രണ്ട് പറഞ്ഞാലും ശരി. പ്രെയർ ആൻഡ് വർഷിപ്പ്, പബ്ലിക് ആക്ട്സ്. അതുകൊണ്ടാണ് നമ്മുടെ നിരത്തുകളിലൊക്കെ ഈ നിസ്കാരം ഭീകരമായിട്ട് നടക്കുന്നത്. സ്ഥലമില്ലാഞ്ഞിട്ടൊന്നും. ഒരു പൈപ്പ് ലൈൻ ഇടാൻ വേണ്ടിയിട്ടും ഒക്കെ പോയപ്പോ അപ്പോഴൊക്കെ ഇവിടെ കേരളത്തിൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ്. ഇനി പ്രൊട്ടസ്റ്റ് ഡിസ്റോബിങ്സ്. അലൻസിയർ എന്ന് പറഞ്ഞൊരു സിനിമാ സ്റ്റാർ ഉണ്ട് കേരളത്തിൽ, ഓർമ്മയുണ്ട്? അലൻസിയർ. ഇയാൾ കോഴിക്കോട് പബ്ലിക്കായിട്ട് തുണി ഉരിഞ്ഞു, അണ്ടർവെയർ മാത്രമായിട്ട് നിന്നു. അണ്ടർവെയർ ഇട്ടിട്ടുണ്ടായിരുന്നു, ജനങ്ങളുടെ ഭാഗ്യം. പബ്ലിക് ഡിസ്റോബിങ്. അലൻസിയർക്ക് അറിയില്ല ആരുടെ അജണ്ടയാണ് അലൻസിയർ നടപ്പാക്കുന്നത്. അലൻസിയർക്ക് അറിയില്ല. അലൻസിയറെ പറഞ്ഞു വിട്ട് തുണി അഴിച്ച് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു പറഞ്ഞ് പുറകിൽ നിന്ന് പറഞ്ഞു വിട്ട ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഈ അജണ്ട അറിയാം. അലൻസിയർ ഈ പറഞ്ഞ പോലെ ഒരു സിനിമ നടൻ പോപ്പുലാരിറ്റിയും സംഗതിയൊക്കെ ആകും. പക്ഷെ ഈ ആക്ടേഴ്സിന്റെ ഇതൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഡ്രഗ്സോ അങ്ങനെ വല്ലതൊക്കെ ആയിരിക്കാമല്ലോ അതിന്റെ പിന്നില്. ഇതൊരു അതെ അതെ, ഇവരൊക്കെ പാവങ്ങളാണ്. ഇവരുടെ പുറകിലൊന്നും ജിഹാദിയില്ല. വാസ്തവത്തിൽ ജിഹാദി എന്ന് പറയുന്ന സാധനമേ ഇല്ല സാർ. വളരെ പാവമാണ് സാർ, അല്ലേ? ദിസ് ഈസ് യുവർ ആർഗ്യുമെന്റ്. ദിസ് എക്സാക്ട്ലി. ഞാൻ പറയട്ടെ, ലക്ഷ്മിയെ പോലെ നൈവ് ആൻഡ് ഗള്ളിബിളായിട്ട് there are crores of human beings in the world. നിങ്ങളെ തല്ലിയാലും കൊന്നാലും കുത്തിയാലും തല വെട്ടിയാലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തല കണ്ടിച്ചാലും നിങ്ങൾ സമ്മതിക്കില്ല ജിഹാദി അല്ല. അത് അവന് ദേഷ്യം വന്നപ്പോൾ ചെയ്തതാ. യു വിൽ നെവർ അഗ്രി. ദാറ്റ് ഈസ് ഹൗ ദേ ഹാവ് ബ്രെയിൻ വാഷ് യു.
the TV, the newspaper, the caricature, the symbols, അത് വർക്ക് ചെയ്യുന്നതിൻ്റെ വലിയ ഉദാഹരണം എൻ്റെ മുമ്പിലിരിക്കുന്നു. അതാണ് ലക്ഷ്യം. That is why you justify all these things. ഡിഫിക്കൽട്ട് ആണ് സർ നമുക്ക് ഇത്ര പ്ലാൻഡ് വിക്കഡ്നെസ് വിശ്വസിക്കാൻ. For heaven's sake, don't believe me. അല്ല, you will come to know one day, because അവരുടെ ടാർഗറ്റ് ബംഗ്ലാദേശ് അല്ല, അവരുടെ ടാർഗറ്റ് ഇന്ത്യയാണ്. യു സി, ശ്രീലങ്കയിൽ എന്താ സംഭവിച്ചത്? ഇതുപോലെ ആൾക്കൂട്ടം കയറി പ്രധാനമന്ത്രിയുടെ വീട്ടിൽ കയറി സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുന്നു, മെത്തയിൽ കിടന്ന് ഉരുണ്ട് കളിക്കുന്നു. ഇറ്റ് ഹാപ്പൻ. മ്യാൻമറിൽ പാർഷ്യലി ഇറ്റ് ഹാപ്പൻ. മ്യാൻമറിൽ പിന്നെ പട്ടാളഭരണമായതുകൊണ്ട് അവർ തമ്മിൽ യുദ്ധം ചെയ്ത് ഇപ്പോഴും ചെറിയൊരു പ്രവിശ്യ റിബൽസിന്റെ കയ്യിലാണ് മ്യാൻമറിൽ ആണെന്ന് അവർ അവകാശപ്പെടുന്നു. മാൽദീവ്സിൽ ഒരിക്കൽ നടക്കാൻ പോയതാണ്, നമ്മളവരെ സഹായിച്ചു, ഇപ്പൊ അത് നമുക്ക് പാരയായിട്ടിരിക്കുക. എവ്രിവെയർ ഇറ്റ് ഈസ് ഹാപ്പനിങ്. മുല്ലപ്പൂ വിപ്ലവം, റിമെമ്പർ ദാറ്റ്? ഈജിപ്തിലെ മുല്ലപ്പൂ വിപ്ലവം കഴിഞ്ഞപ്പോൾ അധികാരം ആരുടെ കയ്യിൽ പോയി? മുസ്ലിം ബ്രദർഹുഡിന്റെ, അതായത് ജമാഅത്തെ ഇസ്ലാമി. ഇന്നിപ്പോൾ ഈ കാര്യത്തിൽ, ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ ആഘോഷിക്കുന്നത് ആരാണ്? ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്. അതെങ്ങനെ അറിയാം എന്ന് നോക്കിയാൽ, നോക്കേണ്ടടുത്ത് നോക്കിയാൽ ഇതറിയാം. ഇത് പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഇത് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. പ്രൊട്ടസ്റ്റ് ഡിസ്റ്റർബിങ്, ഓ അത് അലയൻസ് അങ്ങനെ അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വെള്ളപൂശും. ഹോണ്ടിങ് ഒഫീഷ്യൽസ്, ജില്ലാ കളക്ടർമാർ, തഹസിൽദാർമാർ, ഇവരെയൊക്കെ ഹോണ്ട് ചെയ്യുക, ടോണ്ട് ചെയ്യുക. പിന്നെ ഡ്രാമ ആൻഡ് മ്യൂസിക്കിൽ ചെയ്യേണ്ടത് ഹ്യൂമറസ് സ്കിറ്റ്സ് ആൻഡ് പ്രാങ്ക്സ്. നിങ്ങൾ രാമൻ, കൃഷ്ണൻ, സീത ഇവരെയൊക്കെ തമാശയ്ക്ക് കളിയാക്കുന്നത് കണ്ടിട്ടില്ലേ? ആ ശുദ്ധ തമാശ, അത് കുട്ടികളിലെ. അത് ഏഷ്യാനെറ്റിൽ എപ്പോഴും ഉള്ള പരിപാടിയാണ്, ആഴ്ച ഒരിക്കലും. നല്ല രസമാണ്. ബട്ട് യു സി, എപ്പോഴും അത് ഹിന്ദു ദൈവങ്ങളായിരിക്കും, ഒരിക്കലും മറ്റൊരു ദൈവത്തെ ആരും തൊടില്ല. അതൊരു അജണ്ടയല്ലേ? അല്ല, അതൊക്കെ നിഷ്കളങ്കമാണ്. അല്ല, കപിൽ സോറി പറഞ്ഞിട്ടുണ്ട് ഈ ക്രിസ്ത്യൻസിന്റെ അഗേൻസ്റ്റ് എന്തോ ഒരു പറയട്ടെ. ഇനി പ്രൊസഷൻസ്, മാർച്ചസ്, അതാണ് ലോങ് മാർച്ച് എന്നൊക്കെ പറഞ്ഞ് CPM ഒക്കെ നടത്തുന്നത്. ആ കുറെ പേര് കൂട്ടിയിട്ട് ചുമ്മാ മാർച്ച് ചെയ്യുക. റിലിജിയസ് പ്രൊസഷൻ, നബിദിന റാലി. ഞാൻ പറയട്ടെ, 1989 VP സിംഗ് ആണ് നബിദിനത്തിന് അവധി പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷമാണ് ഞാൻ കേരളത്തിൽ നബിദിന റാലി കാണുന്നത്. എന്ത്, അതിനു മുമ്പ് നബി ഇല്ലായിരുന്നു, നബിദിന ഇല്ലായിരുന്നു. VP സിംഗിന് അറിയാം എങ്ങനെ വോട്ട് വാങ്ങണം എന്നറിയാം, അത്ര സമർത്ഥനായിരുന്നു. ആരും ആവശ്യപ്പെടാതെ 1989 VP സിംഗ് പ്രധാനമന്ത്രിയായിരുന്നു. മൊത്തം ഇന്ത്യക്ക് നബിദിനത്തിന് അവധി കൊടുത്തു. ഇപ്പൊ എല്ലാവരും സഹസ്രാബ്ദങ്ങളായിട്ട് കൊടുത്ത അവധിയാണെന്ന് വിചാരിക്കും. ഒന്നുമല്ല, 89 കൊടുത്തതാണ്. ഇതാണ് ഇത് ചെറുതായിട്ട് ഒരു ഭജന ഘോഷയാത്രയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഹിന്ദുസ്. അതെ അതെ, ബെസ്റ്റ് ഓഫ് ലക്ക്. പ്രൊട്ടസ്റ്റ്. ഇനി അടുത്തത് മോക്ക് ഫ്യൂണറൽസ്. കേരളത്തിൽ ഒരു പ്രിൻസിപ്പലിന്റെ ശവങ്ങളൊക്കെ നടന്നു അറിഞ്ഞിരുന്നോ? ജീവിച്ചിരിക്കുന്ന പ്രിൻസിപ്പലിന്റെ ശവകുടീരം ഒതുക്കി. ആ സ്ത്രീ ഇത്തവണ ആലത്തൂര് BJP സ്ഥാനാർത്ഥിയായിരുന്നു, സരസു. അവരുടെ ശവകുടീരം ഒരുക്കിയിരുന്നു. അതാണ് മോക്ക് ഫ്യൂണറൽ. ആൻഡ് യു തിങ്ക് അത് വെറുതെ പിള്ളേർക്ക് ദേഷ്യം വന്നപ്പോൾ. ഇങ്ങനത്തെ ഹീനമായ കാര്യങ്ങൾ ആലോചിക്കാൻ ഈ ജീൻ ഷാർപ്പിനെ പോലുള്ളവർക്ക് പറ്റുള്ളൂ. ഇങ്ങനത്തെ ബുദ്ധിയൊന്നും മലയാളി പിള്ളേർക്കൊന്നുമില്ല. കുറേ അലമ്പൊക്കെ കാണിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് സോഷ്യൽ ബോയ്ക്കോട്ട് CPM ചെയ്യുന്നുണ്ട്, മുസ്ലിം ഗ്രൂപ്പ്സും ചെയ്യുന്നുണ്ട്. സോഷ്യൽ ബോയ്ക്കോട്ട്. അവരെ ഒരു ഓട്ടോറിക്ഷ ഓടിക്കാൻ പോലും സമ്മതിക്കില്ല. അവരുടെ പറമ്പിലെ തെങ്ങ് കയറാൻ ആൾ വരില്ല. ഒരു രീതിയിലും അവരെ ജീവിക്കാൻ സമ്മതിക്കില്ല. അവർ ഒരു കടയിൽ പോയിട്ട് ചായ ചോദിച്ചു കഴിഞ്ഞാൽ ചായ ഇല്ല, നിങ്ങൾക്കില്ല, ഇതായിരിക്കും ഉത്തരം. സോഷ്യൽ ബോയ്ക്കോട്ട്. പിന്നെ സ്റ്റുഡൻറ് സ്ട്രൈക്ക്. ഞാനിത് മുഴുവൻ വായിക്കുന്നില്ല, 198 ഇതാണ്. ഇനി അതിൽ ഞാൻ കുറേ അധികം അങ്ങ് വിട്ടേക്കാം, കൂടുതലൊന്നും പറയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് 100ാമത്തെ എന്താണെന്നറിയാമോ?
ഫാർമേഴ്സ് സ്ട്രൈക്ക്. 1973 ജീൻ ഷാർപ്പ് എഴുതിയിരിക്കുന്നു, ഒരു ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ഉപയോഗിക്കാവുന്ന 100ാമത്തെ ആയുധം ഫാർമേഴ്സ് സ്ട്രൈക്ക്. അയ്യോ, ഈ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി നമ്മൾ തുള്ളിച്ചാടി റെഡി. അവര് ഇന്ത്യ നമ്മുടെ കയ്യിൽ നിന്ന് പോയി, എന്താ ചെയ്യുക? They don't want an independent India, a strong India, prosperous India. നമ്മൾ 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അന്ന് തന്നെ അവരുടെ ബുദ്ധിജീവികൾ എങ്ങനെ ഈ സാധനം ഇല്ലാതാക്കാമെന്ന് ആലോചിച്ചു തുടങ്ങി. അത് ഡോക്യുമെന്റ് ചെയ്ത് ജീൻ ഷാർപ്പാണെന്നേ ഉള്ളൂ. അപ്പോൾ അത് ഒരുപാട് പേര് ഒരുപാട് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പിന്നെ ഒന്ന് കേരളത്തിൽ ഇടയ്ക്കിടയ്ക്ക് നടക്കാറുള്ളതാണ് വർക്ക് ടു റൂൾ സ്ട്രൈക്ക്, സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ. അത് 111ാമത്തെ ഐറ്റമാണ് ജീൻ ഷാർപ്പിന്റെ വർക്കിംഗ് ടു റൂൾ സ്ട്രൈക്ക്. 118ാമത്തത് ഹർത്താൽ. 1973 ജീൻ ഷാർപ്പ് എഴുതിയ ഹർത്താൽ. കേരളത്തിൽ അത് ബന്ധായിരുന്നു, ഇപ്പോഴാണ് ഹർത്താൽ ഈ അടുത്ത കാലത്തായത്. ഹർത്താൽ എന്ന വേർഡുണ്ട്. Oh my God, I thought it was a Malayalam word. ഹർത്താൽ ഇതാണ്, ഹിന്ദി വാക്കാണ് ഹർത്താൽ. ഹിന്ദി, ഉറുദു ഒക്കെ ഹർത്താൽ എന്ന് പറയും. പിന്നെ ബോയ്കോട്ട് ഓഫ് ലെജിസ്ലേറ്റീവ് ബോഡീസ്, അതാണ് ബംഗ്ലാദേശിൽ ചെയ്തത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BNP, ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി പങ്കെടുക്കില്ല, അവാമി ലീഗ്, നിങ്ങൾ മാത്രമായിട്ട് തെരഞ്ഞെടുപ്പ് നടത്തിയത്. ബോയ്കോട്ട്. ഐ തിങ്ക് കശ്മീരിലും നമ്മുടെ ചില പാർട്ടീസ് ഇലക്ഷനെ ബോയ്കോട്ട് ചെയ്യാറുണ്ട്. ഇനി ഒന്നുകൂടെ ഞാൻ വായിക്കാം. 146ാമത്തെ ടെക്നിക്കാണ് റെജീം ചേഞ്ചിന്, ജുഡീഷ്യൽ നോൺ കോപ്പറേഷൻ. 1973 ജീൻ ഷാർപ്പ് എഴുതിയിരിക്കുന്നു. ഇപ്പോൾ കോടതിയിൽ തോന്നുന്നുണ്ടോ ജുഡീഷ്യൽ നോൺ കോപ്പറേഷൻ? ഡു യു ഫൈൻഡ്? കഴിഞ്ഞ ആഴ്ച നമ്മൾ പത്രികയിൽ തന്നെ വേറൊരു ചർച്ചയിൽ, ലക്ഷ്മി ഉണ്ടായിരുന്നില്ല ആ ചർച്ചയിൽ, ഈ ജാർഖണ്ഡിലെ ഹൈക്കോടതി ഇവരുടെ ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരുടെ കേസ് ഹൈക്കോടതിയും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടെ ഇങ്ങനെ തട്ടിക്കളിക്കുന്നു. പോസ്റ്റ്പോൺ താരിഖ് ഇങ്ങനെ പോകുന്ന ഒരു ചർച്ച നമ്മൾ നടത്തിയിരുന്നു. ഇപ്പോഴും ഇന്റർ മോഡൽ കിടക്കുന്നത്. ഓൾസോ സർ, രാം മന്ദിറിന്റെ ആ ഒരു എന്താ പറയുക ജഡ്ജ്മെന്റ് വരാനുള്ള സാധ്യതയോ എന്തോ കണ്ടപ്പോഴും 3 ജസ്റ്റിസസ് വന്നിട്ട് ഒരിക്കലും പ്രസ് കോൺഫറൻസിനെ അഡ്രസ് ചെയ്യാതെ അങ്ങനെ ഒരു അത് അതും രാം മന്ദിറും തമ്മിൽ ബന്ധമില്ല. ബട്ട് ദേ ഡിഡ് ദാറ്റ്. അതൊരു ഇതാണ്. ഈ നോൺ കോപ്പറേഷൻ എന്നുള്ള വാക്കൊരു ഭംഗി വാക്ക് മാത്രമാണ്. യു ക്യാൻ അണ്ടർമൈൻ റെജീം ചേഞ്ചിന് ജുഡീഷ്യറിയെ ഉപയോഗിക്കണം, ഇതാണ് അതിൻ്റെ അർത്ഥം. ഇപ്പൊ നോക്കൂ, ബംഗ്ലാദേശിൽ എന്താ ചെയ്തത്? ആ ഹൈക്കോടതി 30% സംവരണം കൊടുത്തില്ലായിരുന്നു എന്ന് വയ്ക്കുക, ബംഗ്ലാദേശിലെ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. എന്തിനത് കൊടുത്തിട്ട് സുപ്രീം കോടതി അത് റിവേഴ്സ് ചെയ്തിട്ടും പിന്നെയും സമരം റിവേഴ്സ് ചെയ്യുമെന്ന് ഇവർ പ്രതീക്ഷിച്ചില്ല. ബിക്കോസ് സുപ്രീം കോടതി ഡിഡിൻ ബഡ്ജ് ടു ദിസ് ഐഡിയ. അപ്പോൾ റിയൽ അവരുടെ ആഗ്രഹം പുറത്തു വന്നു, ഹസീനെ പുറത്താക്കണം, ഇതാണ് ആഗ്രഹം. അത് പുറത്തു വന്നു. ഇന്ത്യയിൽ നോക്കൂ, വാട്ട് ഈസ് ദ റൂട്ട് കോസ് ഓഫ് മണിപ്പൂർ പ്രോബ്ലം? യു ടെൽ മി. ഒരു ജസ്റ്റിസ് മുരളീധർ മണിപ്പൂർ ഹൈക്കോടതിയിൽ ഇരുന്നുകൊണ്ട് ഒരു ഓർഡർ അടിക്കുന്നു. മെയ്ത്തികൾക്കും ഷെഡ്യൂൾ കാസ്റ്റ് സ്റ്റാറ്റസ് കൊടുത്ത അവർക്കും റിസർവേഷൻ കൊടുക്കാനുള്ള കാര്യം സർക്കാർ പരിഗണിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡർ പാസ്സാക്കുന്നു ഹൈക്കോടതി. ഓൾ ഹെൽ ബ്രൂക്ക് ലൂസ്. സിമിലാരിറ്റീസ്, കോയിൻസിഡൻസ് അല്ല. അപ്പോൾ ഇവരെന്നിട്ട് സർക്കാർ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകും. മുരളീധരൻ്റെ സിംഗിൾ ബെഞ്ചാണ്. ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകുന്നു. ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്യുന്നില്ല. അവിടെ തീ പിടിക്കുന്നു, വലിയ കലാപം സംഗതിയൊക്കെ നടക്കുന്നു. സർക്കാർ സുപ്രീം കോടതിയിൽ പോകുന്നു. ഇപ്പൊ ഇരിക്കുന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അടക്കം ദേ ആർ റിമാൻഡിങ് ഇറ്റ് ബാക്ക് ടു ഹൈക്കോർട്ട്. ഞങ്ങൾ ഇതിൽ ഇടപെടുന്നില്ല. എന്തുകൊണ്ട് ഇടപെടുന്നില്ല? ഇത്ര വലിയ ബഹളമൊക്കെ നടക്കുമ്പോൾ ഒരു സ്റ്റേ ഓർഡർ നിങ്ങൾക്ക് കൊടുത്തില്ല. ദിസ് ഈസ് കോൾഡ് ജുഡീഷ്യൽ നോൺ കോപ്പറേഷൻ. നോൺ കോപ്പറേഷൻ നമുക്ക് അയാൾ എഴുതിയത്
മഹാത്മാഗാന്ധിയുടെ വാക്കെടുത്തതേ ഉള്ളൂ, ഉള്ളിലുള്ള മീനിങ് വേറെയാണ്. അടുത്ത് നോക്കൂ, ഡെലിബറേറ്റ് ഇൻഎഫിഷ്യൻസി ആൻഡ് സെലക്റ്റീവ് നോൺ കോപ്പറേഷൻ ബൈ എൻഫോഴ്സ്മെന്റ് ഏജൻസീസ്. ഡെലിബറേറ്റ് ഇൻഎഫിഷ്യൻസി, സെലക്റ്റീവ് നോൺ കോപ്പറേഷൻ ബൈ എൻഫോഴ്സ്മെന്റ് ഏജൻസീസ്. ഡെലിബറേറ്റ് നോൺ കോപ്പറേഷൻ, സ്വർണ്ണക്കള്ളക്കടത്ത്, സ്മഗ്ലിംഗ്. സെലക്റ്റീവ് നോൺ കോപ്പറേഷൻ, കേജ്രിവാളിന് ജാമ്യം, ജാർഖണ്ഡിലെ അങ്ങയുടെ പേര് മുഖ്യമന്ത്രി സോറൻ എത്ര കഷ്ടപ്പെട്ട ജാമ്യം കിട്ടിയത്. ഇയാളെക്കാൾ മുമ്പേ ജാമ്യത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ജാമ്യത്തിന് വന്നത് ഹേമന്ത് സോറനാണ്. ബട്ട് കേജ്രിവാൾ ജാമ്യം ചോദിക്കാതെ തന്നെ കൊടുത്തു. കേജ്രിവാൾ ജാമ്യം ചോദിച്ചില്ല, ഇരിക്കട്ടെ ഒരു ജാമ്യം എന്ന് പറഞ്ഞു കൊടുത്തു. മറ്റേ പുള്ളി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറേണ്ട സ്റ്റെപ്പ് പടികളെല്ലാം കയറി സുപ്രീം കോടതിയിൽ വന്നപ്പോൾ കൊടുത്തില്ല. പിന്നെ വീണ്ടും അടുത്ത സ്റ്റെപ്പിൽ അദ്ദേഹം ഹൈക്കോടതിയിൽ വന്നിട്ടാണ് ജാമ്യം വാങ്ങുന്നത്. ഇതാണ് സെലക്റ്റീവ് നോൺ കോപ്പറേഷൻ ആൻഡ് ഡെലിബറേറ്റ് ഇൻഎഫിഷ്യൻസി. കരുവന്നൂരിൽ ഒരു എഫിഷ്യൻസി, കള്ളക്കടത്തിൽ വേറൊരു എഫിഷ്യൻസി. ദിസ് ഈസ് റിട്ടൺ ബൈ ജീൻ ഷാർപ്പ് way back in 1973 and it is for you to see. ഓരോ കേസിൽ ഓരോ രീതിയിൽ ഏജൻസികൾ പെരുമാറുന്നത്. ഇതൊക്കെ അല്ല, അവർ പാവങ്ങളാണ് സാർ, അബദ്ധം പറ്റിയതായിരിക്കും പറഞ്ഞ് ഇങ്ങനെ യു ക്യാൻ ഗോ ഓൺ. എന്താ ഇവരെയൊക്കെ വെള്ളപൂശാൻ പറ്റും. വേറെയുണ്ട് ഓവർലോഡിങ് ഓഫ് ഫെസിലിറ്റീസ്, സെലക്റ്റീവ് പാറ്റേണേജ്. ചിലരെ മാത്രം ലിഫ്റ്റ് ചെയ്ത് വന്ന മീഡിയയിലൊക്കെ അയാൾ 4 തവണ മീഡിയയിലൊക്കെ അയാൾ പിന്നെ വലിയ ബുദ്ധിജീവിയായി. 4 വരി കവിത, അത് പൊട്ടക്കവിതയായിരിക്കും, അത് 4-5 പേര് ഇരുന്നിട്ട് അത് കറക്റ്റ് ചെയ്ത് നല്ലൊരു വാക്കൊക്കെ ഫിറ്റ് ചെയ്തിട്ട് മാതൃഭൂമിയിൽ പ്രോമിനൻ്റ് ആയിട്ട് പ്രസിദ്ധീകരിക്കും. അതോടെ ഇയാൾ കവിയായി എന്ന് പറയുന്നതിന് മുമ്പേ സാംസ്കാരിക നായകനായി. പുള്ളി നാട് നിങ്ങളെ പ്രസംഗിക്കും. രാമൻ ഇങ്ങനെയാണ്, സീത അങ്ങനെയാണ്, ഹിന്ദുത്വം കൊള്ളില്ല, മറ്റേയാണ് മറിച്ചാണ്, കരുണാവാൻ നബി മുത്തുരത്നമോ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഫൈനൽ 198ാമത്തെ പോയിന്റ്, ഡ്യുവൽ സോവറിനിറ്റി ആൻഡ് പാരലൽ ഗവൺമെന്റ്. ഇനി ഇതിലും പ്ലെയിൻ ആയിട്ട് എന്താ പറയണ്ടേ? ഡ്യുവൽ സോവറിനിറ്റി അതെന്താ സർ? ഡ്യുവൽ സോവറിനിറ്റി രണ്ടായിട്ട് 2 നാഷണലിസം, ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. മീൻസ് ഒരു സിറ്റിസൺ തന്നെ ഇന്ത്യയുടെയും പാകിസ്ഥാനിലെയും സിറ്റിസണോ? യു ക്യാമ്പയിൻ ഫോർ ഇത് 198 മെത്തേഡ്സ് ഓഫ് റെജീം ചേഞ്ച് ആണ്. ഒരു റെജീമിനെ ചേഞ്ച് ചെയ്യാനായിട്ട് യു ക്യാൻ അഡ്വക്കേറ്റ് ഡ്യുവൽ സോവറിനിറ്റി. വി ആർ നോട്ട് അണ്ടർ യു. യു എസ്റ്റാബ്ലിഷ് എ ഗവൺമെന്റ് ഹിയർ. Okay, like Kashmir had 2 flags, India flag. Okay. You look at Dalai Lama. Dalai Lama ഇന്ത്യയിലാണ്, but he is a government in exile. You establish a government. ഒന്നുകിൽ പുറത്തു പോവുക, അല്ലെങ്കിൽ അകത്ത് തന്നെ. ഈ പ്രദേശമൊക്കെ എൻ്റെ കീഴിലാണ്. കട്ടിങ് സൗത്ത്. യു കോൾ ചീഫ് മിനിസ്റ്റേഴ്സ്, ആന്ധ്ര, തമിഴ്നാട്, കേരളം ഒക്കെ കൂടിയിട്ട് ഞങ്ങളൊരു പ്രത്യേക രാജ്യമാണെന്ന് പ്രഖ്യാപിക്കുക. ദാറ്റ് ഈസ് ഡ്യുവൽ സോവറിനിറ്റി. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സൗത്ത് ഇന്ത്യ ആൻഡ് പാരലൽ ഗവൺമെന്റ്. ഡ്യുവൽ സോവറിനിറ്റി മാത്രമല്ല, പാരലൽ ഗവൺമെന്റ് റൺ ചെയ്യുക. പിണറായി വിജയൻ ഫോറിൻ സെക്രട്ടറിയെ നിയമിച്ചില്ലേ, വാസുകിയെ. ഇറ്റ്സ് എ പാരലൽ ഗവൺമെന്റ് ഇല്ലേ? ഖാലിസ്ഥാൻ ഇറ്റ്സ് എ പാരലൽ ഗവൺമെന്റ്. അവർ കാനഡയിൽ അവർ ഖാലിസ്ഥാൻ സ്ഥാപിച്ചു ഇൻ എക്സൈൽ. അത് ആഘോഷിച്ച് അവിടെ മുട്ടായി വിതരണമൊക്കെ നടത്തി. 5-6 സർദാർജികളുണ്ടായിരുന്നു. പക്ഷെ ഉള്ള സർദാർജിക്ക് അവരെന്തോ ലഡുവോ മുട്ടായി ഒക്കെ കൊടുത്തിട്ട് ഖാലിസ്ഥാൻ സ്ഥാപിച്ചു അവർ. സർ, അപ്പോൾ ഇത്രയും എലിമെന്റ്സ് മുഴുവനും ഇന്ത്യയിൽ പ്ലേ ഔട്ട് ചെയ്യുന്നത് നമ്മളെല്ലാവരും ഓരോ നിങ്ങളുടെ മുമ്പിൽ എത്ര തവണ ഇത് പ്ലേ ഔട്ട് ചെയ്തു? ഫാർമേഴ്സ് സ്ട്രൈക്ക് ഡൽഹി മുഴുവൻ സ്തംഭിച്ചില്ലേ? വെച്ച കാല് പുറകോട്ടെടുത്തില്ലേ? ഇരുമ്പ് പോലത്തെ മനുഷ്യൻ നരേന്ദ്രമോദി. ഈ ഹാഡ് ടു ബാക്ക് ട്രാക്ക്. നിങ്ങളുടെ ചെങ്കോട്ടയിൽ അവര് ഖാലിസ്ഥാൻ പതാക പറത്തിയില്ലേ? ഇതൊക്കെ ചെയ്തിട്ട് ഡിസ്റോബിങ് പ്രൊട്ടസ്റ്റ് അത് അലൻസിയർ ചെയ്ത് കാണിച്ചു. അയാൾ പാവം റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് നമാസ് നടത്തുന്നു. അല്ലല്ല, അത് അവർക്ക് സ്ഥലമില്ലാഞ്ഞിട്ടല്ലേ. യു ഗോ ഓൺ ജസ്റ്റിഫൈങ് തിങ്സ് ആൻഡ് യു ഹാഡ് ഇറ്റ്. ഞാൻ പറയുന്നത് ദിസ് ഇസ് എ CIA പ്ലോട്ട് വിച്ച് ഹാസ് നൗ ഫ്രക്ടിഫൈഡ്. CIAയുടെ ഡിസൈനാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഞാൻ ഇന്നലെ രാത്രി ഒരു ഓൾഡ്
പട്ടാള മേധാവി ഹു ഹാസ് റീസണബിൾ നോളജ് ഓഫ് ദീസ് തിങ്സ്, അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോഹൻദാസ് ഞാൻ തൽക്കാലം ഒന്നും പറയുന്നില്ല, വെദർ ഇറ്റ് ഈസ് ഗുഡ് ഓർ ബാഡ് ഫോർ ഇന്ത്യ, ഇതായിരുന്നു എൻ്റെ ചോദ്യം. അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല, ഒരു കാര്യം ആലോചിക്കുക, മുഹമ്മദ് യൂനിസ് എന്ന് പറഞ്ഞിട്ട് ഒരാളിൻ്റെ പേര് മോഹൻദാസ് കേൾക്കുകയാണെങ്കിൽ അപ്പോൾ തീരുമാനിച്ചോളൂ ഇന്ത്യയുടെ ശത്രുവായി ബംഗ്ലാദേശ്. താമസിയാതെ ഞാൻ മലയാളം മീഡിയയിലൊന്നും കാണിച്ചില്ല, ഇവർ റിപ്പബ്ലിക് കാണിച്ചു, അർണാം ഗോസ്വാമിയുടെ ചാനൽ കാണിച്ചു, ഇയാൾ മുഹമ്മദ് യൂനിസ് ഈസ് ഗോയിങ് ടു ബി ദ ചീഫ് അഡ്വൈസർ ടു ദ കമ്മിങ് മിനിസ്ട്രി. ഫിനിഷ്. പിന്നെ അന്ന് രാത്രി ആയതുകൊണ്ട് ഞാൻ ജനറലിനെ വിളിച്ചില്ല. ബട്ട് ഐ എം താങ്ക്ഫുൾ ടു ഈ സെറ്റ് വേറെ ഒന്നും നോക്കാനില്ല, ഈ പേര് വരുന്നുണ്ടോ നോക്കിയാൽ മതി. ഹൂ ഈസ് മുഹമ്മദ് യൂനിസ്? സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടിയ ആള്, താമസിക്കുന്നത് പാരീസിൽ, മുസ്ലിം ബ്രദർഹുഡിന്റെ സ്വന്തം ആളാണ്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നമ്മുടെ ഇവിടുത്തെ സഹകരണ സംഘങ്ങളില്ലേ, ഇത് ബംഗ്ലാദേശിൽ നടപ്പാക്കി, ഇതിനാണ് നോബൽ സമ്മാനം. ഇത് എന്താണ് സമാധാനവും സഹകരണ സംഘവും തമ്മിൽ ബന്ധം എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ ഇതേ പരിപാടി മൈക്രോ ഫിനാൻസ് എന്നൊക്കെ പറഞ്ഞ് വെള്ളാപ്പള്ളി നടക്കം ചെയ്യുന്ന പരിപാടിയില്ലേ, ആ പരിപാടി ബംഗ്ലാദേശിൽ ചെയ്തതിനാണ് നോബൽ സമ്മാനം. ഇത് കൊടുത്ത് ഇയാളെ ലിഫ്റ്റ് ചെയ്തു. ഇയാളുടെ തനിനിറം പുറത്തു വരുന്നത് ഈ 1971 ബംഗ്ലാദേശിന്റെ രൂപീകരണ സമയത്ത് ഒരുപാട് കൊലപാതകം നടന്നില്ലേ, യുവമാരെയൊക്കെ വിചാരണ ചെയ്ത് തൂക്കിക്കൊന്നു ഇവര്, ഷെയ്ഖ് ഹസീന. ഷെയ്ഖ്. ഈ കൊലപാതകളെയൊക്കെ വിചാരണ ചെയ്ത് തൂക്കിക്കൊന്നു ഷെയ്ഖ് ഹസീന. ആ സമയത്ത് അമേരിക്കയും ഫ്രാൻസും ഒക്കെ ഇടപെട്ട് അത് ചെയ്യരുതെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു നത്തിങ് ഡൂയിങ്, കൊലപാതകമാണ്. അത് 71 നടന്നതാണെങ്കിൽ 84 നടന്നതാണെങ്കിൽ ആണില്ല. അവർ പറഞ്ഞു കുറ്റവാളിയെ തൂക്കിലേറ്റേ പറ്റുള്ളൂ. അതിന് പ്രത്യേക ട്രിബ്യൂണലും വിചാരണയൊക്കെ നടത്തി. ഇതിൽ ഇപ്പോൾ ബാക്കി വന്നത് ശരിക്കും പറഞ്ഞാൽ അത് ഒരു സയൻറ്റിഫിക് ആർഗ്യുമെൻ്റ് അല്ല. നിങ്ങൾ നോക്കൂ, ഈ പാകിസ്ഥാൻ പട്ടാളക്കാരുടെ മക്കളാണ് കൂടുതൽ ബംഗ്ലാദേശിൽ. അത്രയധികം ബലാത്കാരം ഈ വെസ്റ്റേൺ പാകിസ്ഥാനിലെ പട്ടാളക്കാർ ഈസ്റ്റേൺ പാകിസ്ഥാനിൽ ചെയ്തു. നോ വുമൻ വാസ് ലെഫ്റ്റ് അൺറേപ്ഡ് ആൻഡ് മോസ്റ്റ് ഓഫ് ദം ബിക്കെയിം പ്രഗ്നന്റ്. അവരുടെ പിള്ളേരിപ്പോൾ 10ഉം 50ഉം വയസ്സൊക്കെ ആയി. അതിൻ്റെ നെക്സ്റ്റ് ജനറേഷനാണ് ഈ കാണിക്കുന്നത്. ഇന്നലെ വേറൊരു പട്ടാളക്കാരൻ എന്നോട് പറഞ്ഞു, അത് ഈ ജീൻസിൻ്റെ ഗുണമാണ് മോഹൻദാസ്. പാകിസ്ഥാൻ പട്ടാളക്കാരുടെ മക്കളാണ് ഇവർ. എന്തൊക്കെ പറഞ്ഞു, പേരിന് വേറെ അച്ഛനൊക്കെ ഉണ്ടാവാം, ബട്ട് ജീൻസ് അതാണ്. ഇറ്റ് ഈസ് ഹൊറിബിൾ തിങ്. വി ഹാവ് ടു ബി വെരി കെയർഫുൾ, വെരി വെരി കെയർഫുൾ. സോ ഹൗ ഡു വി എന്തെങ്കിലും ഒരു സേഫ്റ്റിക്ക് എങ്ങനെ സൗദി അറേബ്യ മാനേജ് ചെയ്യണേ? പക്ഷെ സൗദി അറേബ്യയിൽ സേഫ്റ്റി ഉണ്ടല്ലോ. ഈസ് ഇറ്റ് എ ഡെമോക്രസി? Answer is very clear. Thank you. Right.